നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്നലെ എൻ്റെ സംഭാഷണം പറ്റി മുസ്ലിം ലീഗുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് കേരളത്തിൽ കോൺഗ്രസ് ഇത്രയും അധംപതിക്കാൻ കാരണമെന്ന് പറഞ്ഞത്. അതാ മുസ്ലിം എന്ന് പേര് മാറ്റി ഒരു ദേശീയ ധാരയുള്ള പാർട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എത്ര ശരിയാന്ന് നോക്കിയേ. അതായത് 2% മാത്രം ക്രിസ്ത്യാനിയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂരിന് ക്രിസ്ത്യാനികൾ തന്നെ പറയണം. അപ്പോൾ അവിടെ നിലമ്പൂരിൽ അൻവർ കളിച്ച കളി വൃത്തികെട്ട് കളിയാണെന്നും അൻവർ വർഗീയവാദിയാണെന്നാണ് അച്ഛന്മാർ പറഞ്ഞത്. അതുകൊണ്ട് ജോയി അവിടെ നിർത്താൻ താല്പര്യമല്ല, ജോയി മറ്റേ മണ്ഡലം നിർത്തിയാൽ മതി എന്ന്. അൻവറിൻ്റെ കളി വേറെ, മുസ്ലിം ലീഗിൻ്റെ കളി വേറെ. ഇതെല്ലാം കടലിൽ തിരയുണ്ടായാൽ കരയിൽ അവസാനിക്കുന്ന പോലെ ഇതെല്ലാം താങ്ങേണ്ട കോൺഗ്രസ് ആണെന്നേ. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ പ്രാവശ്യം പ്രകാശൻ നിർത്തി. കാരണം മുസ്ലിം അല്ലാത്ത ആരും എന്നാൽ ലീഗിനെ സംബന്ധിച്ച് കുഴപ്പമില്ല. പ്രകാശ് നിർത്തി. പ്രകാശിൻ്റെ സന്ദർഭവശാൽ അദ്ദേഹം ഇലക്ഷൻ തീരുമ്പോൾ മരിച്ചുപോയി. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒറ്റ മരിച്ചു. അതുകൊണ്ട് ഇലക്ഷൻ മാറ്റി വെച്ചില്ലല്ലോ. മരിച്ചുപോയി. 10,000 വോട്ടിനായിട്ട് അൻവർ ജയിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ജോയി നിർത്താൻ പറയാണ്. അതെന്ത് ന്യായമാണത്? ഞങ്ങൾ ഇന്നലെ പറഞ്ഞ് വീണ്ടും പറയുന്നു, ഇനി മുസ്ലിം സമുദായത്തിന് 50 സീറ്റ് നിങ്ങൾ എവിടെയാണ് കൊടുക്കുന്നത്? എങ്ങനെ കൊടുക്കും? ഒരു ആരോപണമല്ല, ഒരു സത്യം വന്നോടി. എന്താ കാര്യമെന്നറിയോ? ഞങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും മുസ്ലിം ലീഗിന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് എന്ന് പറഞ്ഞു. ഇത് വെറുതെ പറയുന്നല്ലോ, വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ചതിന് ശേഷം വന്ന് അവരെ മണ്ടത്തരം കൊണ്ട് പറയാണ്. അതായത് 100 കണക്ക് ബിൽഡിങ് യുപിയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ബുൾഡോസറും നശിപ്പിക്കുമ്പോഴേ ഈ AICC ഒന്നും സടകുടഞ്ഞ് എഴുന്നേറ്റില്ല. ഓർഗനൈസറിൽ സഭയുടെയാണ് കൂടുതൽ സ്വത്ത്. അതിനെക്കുറിച്ച് ഒരു ലേഖനം വന്നപ്പോഴേക്കും കോൺഗ്രസിലെ AICC ഒക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റ്. അവിടെ ഷാഫി പ്രസംഗിച്ചു, ജബി മാത്യു പ്രസംഗിച്ചു, ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുന്ന പക്ഷേ ഇതിനു മുൻപ് മാസങ്ങളെടുത്ത് UPയിലൊക്കെ എത്ര ബിൽഡിങ് തകർത്തു ബുൾഡോസ് പോണത്. അന്ന് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും CPMൻ്റെ ആ മഹതിയാണെന്ന് ഡൽഹിയിൽ തടഞ്ഞത്. അതുകൊണ്ട് ഒരു പുണ്യവതി എന്ന് പറയുന്നില്ല. എവിടെ പോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൾക്കാർ? അതാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസ് ആണ് എന്ന് പറയുന്നത്. ഇത് വെറുതെ പറയുന്നല്ലത്. ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസ് കൊണ്ടും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗിനെ കൊണ്ടും BJP താഴെ ഇറക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു 1.7% വോട്ട് കിട്ടിയ CPMനോട് സാധിക്കുമോ? സാധിക്കണമെങ്കിൽ BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടികളെയും ചേർത്തിട്ട് ഒരു വിശാല മുന്നണി ഉണ്ടാക്കണം. ആ വിശാല മുന്നണി ഉണ്ടാക്കാൻ ഒരു പ്രായോഗിക വശം പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി എന്തു ചെയ്തു? ജയപ്രകാശ് നാരായൺജി ഒരു പ്രസ്ഥാനം അടക്കി മുന്നേ ഒറ്റ പാർട്ടി ഉണ്ടാക്കി, ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. ആ ജനതാ പാർട്ടിയിൽ ഈ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും RSSും സംഘപരിവാറും BJPയിൽ അന്ന് ജനസംഘമുള്ളതാണ് എല്ലാം ചേർത്താണ് വന്ന് അവർ വിജയിക്കുകയും ചെയ്തത്. ഇന്നത്തെ ഇന്ത്യ മുന്നണിയിൽ തൊഴിലാന്ന് പറയുമ്പോൾ ആന്ധ്രക്കാരും തൊഴില്ല, ആസാമുകാരും തൊഴില്ല, കേരളത്തിൽ SDPI തൊഴില്ല, PDP തൊഴില്ല, തൊട്ടാൽ ശരിയാവില്ല. അത്രയും നട്ടെല്ലും അഭിമാനവും അന്തസ്സും ഇല്ലാത്ത ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളെ പോയി മരിച്ച മതിരി. രാഹുൽ ഗാന്ധിക്ക് ഒറ്റ വാക്ക് പ്രഖ്യാപിക്കണ്ടേ? എന്താണ് ഇന്ത്യ മുന്നണി ഭരണത്തിൽ കയറുന്നതിന് വേണ്ടി BJP താഴെ ഇറക്കാൻ വേണ്ടി BJP വെച്ചുള്ള ബാക്കി എല്ലാ പാർട്ടിയും അണ്ടനും അടകോണനും കല്ല് കട് കാഞ്ഞില മുതൽ മുള്ളു മുരുടെ മൂർഖൻ വരെ
ഈ മുന്നണിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആരെയും തള്ളാതെ നിർത്തണ്ടേ? അത് കഴിവ് കാണിച്ചോ ഈ ഇന്ത്യൻ കോൺഗ്രസ്, നല്ല ഇന്ത്യ മുന്നണി? തന്നെയുമല്ല, എന്തിന് ഇന്ത്യ മുന്നണി കൊടുത്ത്? നല്ലൊരു പ്രസ്താവനല്ലേ UPA, ഉപ്പ എന്ന് പറഞ്ഞത്. അത് അഹമ്മദ് സാഹിബ് പറഞ്ഞ ഉപ്പ എന്ന് പറഞ്ഞതുപോലെ UPA മുന്നണിയിൽ നല്ലൊരു മുന്നണിയില്ലേ? അത് 10 വർഷം ഇന്ത്യ ഭരിച്ച മുന്നണിയില്ലേ? ആ മുന്നണിക്ക് എന്താണ് കോൺഗ്രസിന്റെ ബുദ്ധിയില്ലാത്ത സൂര്യര്? എന്തായിരുന്നു ആ മുന്നണിക്ക് കുഴപ്പം? ഞങ്ങൾ പറയുന്നുള്ള ഇത് കോൺഗ്രസ് ഇഷ്ടക്കുറോടല്ല, നിങ്ങൾ നശിച്ചു എന്ന് കണ്ടിട്ടാണ്, താഴെ പോകുന്ന കണ്ടിട്ടാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJP താഴെ ഇറക്കി എത്ര സുന്ദരമായ സാഹചര്യമായിരുന്നു. ഇപ്പോൾ വോട്ട് 19 സംസ്ഥാന കമ്മിറ്റിയുടെ ഇലക്ഷൻ മാറ്റാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണ്ടേ? കാരണം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കൾ കൂടുന്നിടത്ത് ആൾക്കാരുണ്ട്, മോഡി കൂടുന്നിട്ട് ആളില്ല, കസേര മാത്രമേ ഉള്ളൂ. ഇത് വോട്ട് എണ്ണുമ്പോൾ മോഡിക്ക് ആദ്യം തന്നെ തട്ടിപ്പാണ് മനസ്സിലാക്കിയിട്ട് ആ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് വരുത്താൻ നോക്കട്ടെ. അത് ഇലക്ഷൻ മുമ്പേ ശ്രമിക്കണ്ടേ? ഡൽഹിയിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായിട്ട് ഒരാളുടെ നേതൃത്വത്തിൽ 10-90 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമില്ല. നേതൃത്വത്തിൽ ലക്ഷങ്ങൾ ആൾക്കാർ പങ്കെടുത്ത് 3-4 ദിവസം സമരം നടത്തി. അന്ന് ഈ കോൺഗ്രസ് നേതാക്കൾ എവിടെ വായിൽ വേലിട്ട വരുന്നേ? ഒരു ആശംസ നേരാനിൽ പോയിരുന്നോ? പറയുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് ബിൽഡിംഗ് തകർത്ത് കളഞ്ഞു ബുൾഡോസ് കൊണ്ട് യോഗികൊക്കെ. അവിടെ നിന്ന് ഈ രാഹുലും പ്രിയങ്കൊക്കെ എവിടെ നിന്ന് എന്തായി നിങ്ങളുടെ വായിൽ പഴം നൽകിണ്ടായോ? ചർച്ച ആക്ടിനെ കുറിച്ച് പിന്നെ ഓർഗനൈസേഷൻ ലേഖനം വന്നപ്പോഴേക്കും നിങ്ങൾ സട കുടഞ്ഞ് എഴുന്നേറ്റില്ലോ. അതാ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നാണ് പറഞ്ഞത് സട കുടഞ്ഞ് എഴുതിട്ട് ജബി മേത്രക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞു വീട്ടിൽ വളർന്ന പട്ടിയെക്കുറിച്ച് പറയുമ്പോഴല്ലോ വീട്ടുകാരെ വരുമ്പോൾ ഒന്ന് വാല നിൽക്കും. എനിക്ക് മനസ്സിലായിട്ടാ വാളയെന്ന് പറഞ്ഞു. ഒരാളെ വരുന്നെങ്കിൽ അവരെ ചാട്ടം കൊരയുക. അതുപോലെ ജബി മേത്തറുടെയും ഷാഫിയുടെയൊക്കെ കൊരയും ശബ്ദവും എന്താ ആവേശം! ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾ അതിനുവേണ്ടി തന്നെ ഇറങ്ങും. എടോ, ആരോടെ ന്യൂനപക്ഷം? 2% ക്രിസ്ത്യാനികളോ? അത് 20% മുസ്ലിങ്ങളോ? 20% മുസ്ലിങ്ങൾക്ക് ഈ പാപത്തെല്ലാം വന്നപ്പോൾ നിങ്ങൾ എവിടെയായത്? എവിടെ വായിൽ വേലിട്ട വരുന്നത്? പരസ്യമായിട്ട് പറയണത്. കാരണം ഇത് ജനങ്ങൾ ചോദിക്കുകയാണ്, കുത്തി ചോദിക്കുകയാണ്. നിങ്ങൾ കോൺഗ്രസ് വേണ്ടി വാദിക്കുന്നു, നിങ്ങൾ രാഹുൽ ഗാന്ധി വേണ്ടി വാദിക്കുന്നു. എന്തോ ന്യായം? ഇതൊക്കെ എന്താ കാര്യം? ശരിയല്ലേ ഇത്? അതെന്താ ചിന്തിക്കാത്തത്? അങ്ങനെ കണ്ണടിച്ച് ഇരുട്ടാക്കി നടക്കൂല. നിങ്ങൾ ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ 20% വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പുറകോട്ട് പോയോ അല്ലെങ്കിൽ ചങ്കൂറ്റ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തെത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ മൃദു ഹിന്ദുത്വം കൊണ്ടും അല്ലെങ്കിൽ സംഘപരിവാറിന് ഓച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വോട്ട് പോലും കേരളത്തിലോ കേന്ദ്രത്തിലോ നിങ്ങൾക്ക് കിട്ടില്ല. സംഘപരിവാർ അനുഭാവികളായാലും ഒരു വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല. കേരളത്തിലോ കേന്ദ്രത്തിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം എന്താണ് പറയണത്. മരമണ്ടന്മാരെ പറയേണ്ടതാണ്. BJP ചോദിച്ച ബാക്കി എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തുണ്ട്, മുന്നണിയിലുണ്ട്. ആരും തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഉവൈസി എടുക്കുമ്പോൾ ചില ധാരണയോ, പിന്നെ ഈ രാഹുലിലേക്ക് ആത്മാഭിമാനമില്ല, പിന്നെ വിവരക്കേടയോ, അവിടെ ഹിന്ദു സമൂഹം ഞങ്ങൾക്ക് എതിരായാലോ? അവിടെയാണ് നമ്മൾ അന്തോണി പോലെ ഈ വാലട്ടി എടുക്കുന്ന മറ്റേതില്ല പുറകിൽ മണ്ടത്തിലും കാണിക്കുന്ന ആൾക്കാർ നേതൃത്വം വന്നിരിക്കും. രാഹുൽ ഗാന്ധിയിലെ ഞാൻ ക്രിസ്ത്യൻ ചായ ഉള്ളതുകൊണ്ട് ഞാൻ മുസ്ലിങ്ങളോട് വാദിച്ചാൽ എന്നെ ഹിന്ദുക്കളെ ഉള്ളതുകൊണ്ട് എതിർക്കുള്ള പേടി. ആത്മാഭിമാനമില്ല, അന്തസ്സില്ല, ആത്മാർത്ഥയില്ല, സത്യസന്ധമില്ല, വിൽ പവറില്ല. ഇപ്പം കപിൽ സിബിലെ ആക്കാൻ പോകുന്നതായിട്ട് നല്ല കാര്യമാണ്. അദ്ദേഹത്തെ പോലെ നട്ടുള്ളവർ വരട്ടതേ. എന്നിട്ട് രാഹുൽ ഗാന്ധി മാറിയിക്കട്ടെ. പ്രിയങ്കൊക്കെ മുസ്ലിങ്ങൾ കാര്യം വരുമ്പോൾ അവർക്ക് ധൈര്യമില്ല പറയാൻ. കാരണം ക്രിസ്ത്യൻ പാരമ്പര്യമാണെന്ന്. 2% ക്രിസ്ത്യൻ പാരമ്പര്യത്തെ എങ്ങനെ പറയാൻ പറ്റും? അത് ആനടി പറയാൻ പറ്റുമോ? അത് ഞാൻ ഉദാഹരണം പറഞ്ഞേ. ഈ ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോഴേ അത് ദളിതുകൾക്ക് പ്രാമുഖ്യമുള്ള പാർട്ടിയാണ്, എല്ലാവരും ഉണ്ടെങ്കിലും. അപ്പോൾ ചില സംഭാഷണത്തിൽ പറയും ഒരു മജിസ്ട്രേറ്റ് ദളിതാണെങ്കിൽ ഒരു ദളിത് കക്ഷിയായിട്ട് വന്നാൽ അവർക്ക് അനുകൂലമായിട്ട് വിധിക്കില്ല. എന്നിട്ട് അവർ അപ്പീൽ പോകാൻ വയ്ക്കും. അപ്പോൾ അപ്പീൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും സവർണന് അവർക്ക് അനുകൂലം കൊടുത്തുള്ളൂ. ഇവിടെ ഞാൻ കൊടുത്താൽ എന്നെ നോട്ടപ്പുള്ളിയാക്കും എന്നുള്ള ആ അന്തസ്സില്ലാത്ത ആൾക്കാർ പറയുന്നത്. അതുപോലെ ഈ രാഹുലിനും പ്രിയങ്കൊക്കെ മുസ്ലിങ്ങൾ കൂടി പറഞ്ഞ് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോലെ ഞങ്ങളെ മനസ്സിലാക്കും. ആനണിക്ക് പറ്റിയതിനാണ്. അതാ ഞാൻ പറഞ്ഞ് സവർണ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾ തന്നെ വേണം നേതൃത്വത്തിൽ.
അവർക്കാണ് അന്തസ്സും ആത്മാഭിമാനവും വിൽപ്പവറുള്ളൂ. ഒരു മുസ്ലിമല്ല ആ സ്ഥാനത്ത് പോകാൻ പറ്റില്ല. നല്ല സവർണ ചിന്താഗതികളുള്ള അല്ലെങ്കിൽ മുന്നോക്ക ജാതിയായ മനുഷ്യത്വമുള്ള മുസ്ലിം സ്നേഹമുള്ള ആത്മാർത്ഥ സ്നേഹമുള്ള നേതാക്കളായിരിക്കണം. നമ്മൾ ശാസ്ത്രം ഉണ്ടായില്ലേ, എന്തായിരുന്നു കുഴപ്പം? അതുപോലെ അവർ അന്തസ്സ് നിർത്തിരും. ഇത് ചെയ്തോ നിങ്ങൾ. ഇപ്പോൾ പറഞ്ഞു ഇത് ആൾക്കാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണമെന്നേ. പ്രിയങ്കയുടെ ലീവ് ഇത്രയും അതിനിർണായകമായി യോഗ ഇപ്പോൾ AIC നടക്കാണ്. ഒരാൾക്ക് സുഖമില്ലെങ്കിൽ ഒന്ന് പോയി വരാം. അവിടുത്തെ ക്യാമ്പിയുടെ കാര്യമുണ്ടോ? ഇന്ത്യയെ പോലുള്ള അതിസങ്കീർണമായ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ രണ്ടാമത്തെ നേതാവ് അല്ലെങ്കിൽ ഒന്നാമത്തെ നേതാവ് പ്രിയങ്ക, രാജ്യമാണോ നിങ്ങൾക്ക് വലുത്, നാടാണോ വലുത്? അത് നിങ്ങളൊരു ബന്ധുവിൻ്റെ അസുഖമോ? ആ ബന്ധുവിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ രാവിലെ പോയി ഫ്ലൈറ്റിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരാമല്ലോ. അവിടെ പോയി ക്യാമ്പ് ചെയ്യണോ? അതൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ ഭയങ്കര ഇതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നശിച്ചു പോയ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് ജാഥ അയക്കാൻ വേണ്ടി 5000 കോടി രൂപ കൊടുത്ത ആരെന്ന് ചോദ്യം കണ്ടുപിടിച്ചാൽ രസമുള്ളൂ. കോൺഗ്രസും രാഹുൽ ഗാന്ധി മാറിയത് അമ്മയോടും പറഞ്ഞു, അമ്മ നമുക്ക് മാറിയിരിക്കാം, മറ്റായി നിൽക്കട്ടെ, നല്ല സ്വയം. അങ്ങനെ നിന്ന സമയത്ത് അതിനെ ഒഴിവാക്കിക്കൊണ്ട് 5000 AICയുടെ ഓഫീസ് കിട്ടാൻ കറണ്ട് കാശുകൾ കിട്ടാൻ ഇല്ലാത്തവർക്ക് 5000 കോടി രൂപ ആര് സ്പോൺസർ ചെയ്തു? ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണ് സ്പോൺസർ ഈ കോച്ച് സംസ്കാരത്തിൽ ജാഥ അയച്ചത്? അവിടേക്കാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇന്നിപ്പോൾ AICയിൽ വന്നിട്ട് സോണിയാഗാന്ധി മിണ്ടിയില്ല എന്നുണ്ട്. എന്താ മിണ്ടാൻ ഇവിടെ ഉള്ളത്? രാഹുൽ ഗാന്ധി മിണ്ടിയില്ല, പ്രിയങ്ക വന്നിട്ടുമില്ല. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, പ്രിയങ്ക പോലെ ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ അതിന് ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിക്ക്, നേതാവിന്, അവർ കുടുംബത്തെക്കാൾ വലുത്, അവർ വീട്ടുകാരെ വലുത് രാഷ്ട്രം തന്നെയാണ്, രാജ്യം തന്നെയാണ്, പാർട്ടി തന്നെയാണ്. ഇത്രയും നിർണായകമായ സഭ പിന്നെ പാർലമെൻറ്റിൽ പിന്നെ വഖഫ് ബില്ല് വരൂലെന്ന് അത് ഊഹിക്കുമ്പോൾ കഴിവില്ലാത്തവർക്ക് എങ്ങനെ നേതാവാകും? നയിക്കുന്നവരാണ് നേതാവ്, നയിക്കപ്പെടുന്നില്ല. അതിൽ വരാനുള്ള കാര്യം ഏകദേശം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നേതാക്കൾ. അല്ല വന്നതിന് ശേഷം വന്നില്ല. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഇനി അഥവാ പോയി എന്നായിരിക്കട്ടെ, പോയി കഴിഞ്ഞാൽ രാവിലെ പോയി ഇട്ട് വരാം, അല്ലെങ്കിൽ ഇന്ന് പോയി നാളെ വരാം, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ല നമ്മുടെ പ്രഖ്യാപിച്ചിട്ടില്ലേ ഇലക്ഷൻ വോട്ടെടുപ്പ്, അറിയാതിരിക്കുമല്ലോ. അപ്പോൾ അവർ വരാവുന്നുള്ളേ ഉള്ളൂ. ലോകത്തിന് എവിടെ നിന്നും 12 മണിക്കൂർ എത്താം. അയാൾ വന്ന് വോട്ടറ്റ് ചെയ്യാൻ പാടില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊന്നും ആത്മാർത്ഥമായിട്ടോ സത്യസന്ധമായിട്ടല്ല, ആർക്കോ വേണ്ടി നേതൃത്വം കളയാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന കാട്ടിക്കൂട്ടിയ വിക്രികളാണ്. കാട്ടിക്കൂട്ടി വിൽക്കുക. അങ്ങനെ അവർ ഈ പകുതി വിലയിട്ട് പറയുന്നുണ്ടാണല്ലോ. ഇപ്പം ഇന്നുകളിൽ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? OBC സംരക്ഷണം മുസ്ലിങ്ങൾക്ക്, പിന്നെ ന്യൂനപക്ഷ സംരക്ഷണം മുസ്ലിങ്ങൾക്ക്. ഈയിടെ മരമണ്ടൻ പിന്നെ വെള്ളപ്പള്ളി ഇവിടെ ന്യൂനപക്ഷ സംവരണം എവിടെ ഇടും? ആകെ ഒരു OBC സംവരണത്തിൽപ്പെടുത്തി 12% മുസ്ലിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഇന്നും 6-7% ആയിട്ടുള്ളൂ, ഇത്രയും വർഷമായിട്ടും. ആകെ അവർക്ക് കിട്ടിയിട്ട് 40%. 40% സംവരണം കിട്ടിയിട്ട് മുസ്ലിം സമുദായത്തിൽ കൊടുക്കുന്നത് 12%. ആദ്യം തന്നെ ഇപ്പോഴും മുഴുവൻ കവർ ചെയ്തിട്ടില്ല. വെള്ളപ്പള്ളിക്ക് ഈ 14% അവർക്ക് 100% കിട്ടിയിട്ട് 14% ഉണ്ട്. ലത്തീൻ കത്തോലി മാത്രം ഒരു 3/4% ചെറിയ കുറവുണ്ട്. മുസ്ലിം സമുദായം ഇപ്പോഴും 5% കുറവാണ്. നെട്ടൂർ പീതാംബരം കമ്മീഷൻ, മറ്റ് കമ്മീഷൻ, മറ്റ് പല കമ്മീഷൻ എല്ലാം പറയുന്നുണ്ടല്ലോ അവർക്ക് മുഴുവൻ സംവരണം ആയിട്ടില്ലെന്നുള്ള. എന്നിട്ട് പറയണം ഇപ്പോൾ അതൊരു ചാനലത്ത് വെള്ളാപ്പള്ളി ശരിയാണോ എന്ന്. എൻ്റെ വെള്ളാപ്പള്ളി സാറേ, അതിൻ്റെ ഒരു കാര്യം പറയട്ടെ. ഈ പിന്നെ എന്താ പറയുന്നത്, INL എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം. വെള്ളാപ്പള്ളി ഇത്രയും മോശമായിട്ട് ഈ സമുദായത്തെ പറഞ്ഞിട്ട് ഞങ്ങൾ ലീഗിനെ എതിർക്കും. അതെന്താ വെച്ചാൽ ലീഗ് മുസ്ലിം എന്ന് പേര് മാറ്റാൻ വേണ്ടി മാത്രം വേറെ ഒരു എതിർപ്പും ഞങ്ങൾക്കില്ല, പാവങ്ങളാണ്, അതുകൊണ്ട് മാത്രമേ. പക്ഷെ INL വൈരാഗ്യം അല്ലെങ്കിൽ ദുഷ്ടത്തിലാണ് കുലം കുത്തി പണി കാണിച്ചത്. മലപ്പുറത്ത് വന്ന് ഇത്ര മോശമായി സംസാരിച്ചിട്ട് നിങ്ങൾ ലീഗ് വിരോധം കൊണ്ട് നിങ്ങൾ ചെന്ന് വെള്ളാപ്പള്ളി കണ്ടില്ലേ? മനുഷ്യത്വം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? പിണറായിയുടെ ഭാഷ നിങ്ങൾ കുലം കുത്തിയല്ലേ? അപ്പോൾ ഇന്ന് തരാണ് മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ സംവരണമുണ്ട്, പിന്നെ OBC സംവരണം കൊടുക്കുന്നു. എവിടെയാണ് OBC സംവരണം കഴിഞ്ഞ് പിന്നെ ന്യൂനപക്ഷ സംവരണം? പിന്നെ വെള്ളപ്പള്ളി ഇന്നോട് പറഞ്ഞു അങ്ങനെ നോറ്റ് കിട്ടിയ
ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിക്ക് അവിടെ കൊണ്ട് മുസ്ലിമിനെ വെച്ചു വന്നു. അത് പിണറായി കമ്മ്യൂണിസ്റ്റ് ചെയ്ത് തെറ്റാണ്. ബാക്കി എത്രയോ യൂണിവേഴ്സിറ്റി ഉണ്ട്, എത്രയോ അവിടെ ഒന്നും ഒരാളും വൈസ് ചാൻസലർ ഇല്ല. ആകെ അങ്ങനെ വന്നപ്പോൾ ഒരു കാക്കാനെ കൊണ്ടുവന്ന് ഈ ഗുരുദേവൻ്റെ ഇത് കൊടുത്ത്, അത് ശരിയല്ലാന്ന് ഞങ്ങൾ പറഞ്ഞത്. ഗുരുദേവന് വേണ്ടി അനുവദിച്ചിട്ട് അവിടെ കൊടുത്ത് ഇപ്പോൾ വക്കം ബോർഡിൽ ഹിന്ദുക്കളെ വയ്ക്കണമെന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അതിന് പുള്ളി ഒരു മുസ്ലിങ്ങൾക്ക് കുറ്റതിന് വെള്ളാപ്പള്ളി വന്ന് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞു. എടോ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ പിണറായി എന്നാണ് നിങ്ങളുടെ ആളല്ലേ പിണറായി ശരി മുസ്ലിം സമുദായം തെറ്റിയത്. അപ്പോൾ ആവശ്യത്തിനും സ്ഥാനത്തും അസ്ഥാനത്തും ഈ സമുദായത്തെ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയാലേ ഇനി പഴയതുപോലെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ ക്ഷമിക്കാനോ പറ്റില്ല. ആ പീരീഡൊക്കെ കഴിഞ്ഞു. ഇനി സഭയിൽ നിങ്ങൾ ഒന്ന് കളിക്ക്, എന്നിട്ട് ഈ 10-40% മുസ്ലിങ്ങൾ തകർക്കാൻ നോക്ക്, കാണാൻ നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ ഇതുപോലെ പിണറായി സഖാവിൻ്റെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. വെള്ളാപ്പള്ളിയുടെ പരിപാടി പല നൂറ് ആരോപണങ്ങളും അഴിമതി ആരോപണം മറ്റു സമയങ്ങളിലാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയുടെ നാളത്തെ പരിപാടിക്ക് പോകരുതെന്ന് SNDPയുടെ ഒരു ശക്തമായ ഗ്യാങ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളും പറയുന്നു, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൽ മൊയ്തീൻ ഷായുടെ പാർട്ടിയും പറയാണ്, ഞങ്ങൾ വലിയ പാർട്ടിയല്ല സംബന്ധിച്ചു, നിങ്ങൾ കഴിയുന്ന പോരുത്, നിങ്ങൾ ഏതിനും പകരം മന്ത്രി വേണം, നിങ്ങൾ പോരുത് എന്ന് കാന്തപുര അബുക്കർ പറഞ്ഞു പോരുന്നു. പലരും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോകും, നിങ്ങൾക്ക് അതൊന്നുമില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരം അത്രയും നീചമായി പറഞ്ഞിട്ട് ഒരക്ഷരം നിങ്ങൾ പ്രതികരിച്ചില്ല. അച്യുതാനന്ദൻ പല കുറ്റമുണ്ടെങ്കിലും അച്യുതാനന്ദൻ അന്ന് ചെളിക്കെട്ടിൽ വീണ് മരിച്ച കുട്ടി ഒരാളുടെ കാര്യം പറഞ്ഞപ്പോഴേ വെള്ളാപ്പള്ളി പറഞ്ഞതിനെക്കുറിച്ച് അച്യുതാനന്ദൻ എത്ര പ്രതികരിച്ചു ആയിട്ട് ഈ വെള്ളാപ്പള്ളി മിണ്ടുന്നുണ്ടോ? വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം പോരിന് പോറ്റെന്നുള്ളതാണ്. വെള്ളാപ്പള്ളി പിണറായിയുടെ നമുക്ക് കാണാം. ഇലക്ഷൻ വരുമല്ലോ 2014 അതിനുമ്പായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുമല്ലേ, നമുക്ക് കാണാം. അത് കാണാം. അപ്പോൾ പറയുന്നുണ്ട് ചർച്ചയുടെ ഇത് കേൾക്കുന്ന ആ ചാനല് ഹിന്ദു വികാരം കൊള്ളുന്ന ആൾക്കാർ അറിയുന്നു, മറ്റുള്ള അറിയില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ചാനൽ പറഞ്ഞാൽ പക്ഷേ ഇത് ആ സംഘപരിവാദം ആദ്യം കേൾക്കാൻ പറ്റില്ല, അവരറിയില്ല. അതുപോലെയാണ് അവരെന്താണ് അത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ. എടാ മുസ്ലിങ്ങൾക്ക് 12% കമ്മി OBC ഇതുണ്ട്, പിന്നെ ന്യൂനപക്ഷ സംരക്ഷണം കൊടുക്കുന്നത്, ഇതെന്ത് തെറ്റാന്ന് അവർ ധരിക്കില്ലേ? അവർ സത്യം അറിയുന്നില്ലല്ലോ. അതായത് ഖജനാവില് ദേവസ്വം ബോർഡിൽ പണം മുഴുവൻ എടുത്താണ് മൊല്ലാക്കന്മാർക്ക് ശമ്പളം കൊടുക്കുകയെന്ന് പറഞ്ഞ വല്ല സത്യമുണ്ടോ? നോക്കി വെച്ച് നുണ പറഞ്ഞ് സമുദായ സംഘർഷമായിട്ട് നാട് നശിപ്പിക്കാൻ പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ കേരളത്തെ കുട്ടിച്ചോറാക്കാനും ഭ്രാന്താലിയാക്കാനുള്ള നീചമായ പ്രവൃത്തിയിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി ഉൾപ്പെടെ ചെയ്തത്. സംഘപരിവാർക്ക് ചെയ്യുന്നവർക്ക് ആ ലക്ഷ്യമുണ്ട്, അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്ത് തട്ടിപ്പ ചെയ്തത്, എന്ത് ന്യായമാണ് ഇത്? പല പാർട്ടികളും മിണ്ടുന്നില്ല, അവരതൊന്നും പറയില്ല. നമുക്ക് സംഘപരിവാരുടെ വോട്ട് കളയാൻ പറ്റില്ല, പിന്നെ വെള്ളാപ്പള്ളി വോട്ട് കളയാൻ പറ്റില്ല, നമുക്ക് എങ്ങനെ നിന്ന് ജയിച്ച് മന്ത്രി ആകണം അല്ലെങ്കിൽ MLA ആകണം എന്ന് വെച്ചാൽ കഴിവേറി മക്കൾ രാഷ്ട്രീയക്കാരുണ്ട്, മിണ്ടില്ല ഒന്നും. അവർക്കറിയാത് വെള്ളാപ്പള്ളി ഇത്രയൊക്കെ പറയുമ്പോൾ അന്തസ്സുള്ള ജനങ്ങൾ മലപ്പുറത്തെ ഹിന്ദു സഹോദരങ്ങൾ പറയുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാക്കൾ ആരും മിണ്ടല്ലോ. പിണറായി മിണ്ടിയോ? ഈ കോൺഗ്രസ് ആൾക്കാർ മിണ്ടുന്നുണ്ടോ? പറയേണ്ടത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നതിലൊരു തീവെട്ടിക്കൊള്ളില്ലേ. ഇത് ഇന്നിപ്പോൾ നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജി അല്ലെ പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കാതെ കോടികൾ തട്ടിപ്പടുത്തിയ ആൾക്കാർ, അത് BJPയുടെ ഒക്കെ നേതാക്കളൊക്കെ അത് ചെയ്തില്ല, കോടികൾ നടത്തി അതിന് ജാമ്യത്തിൽ വന്ന്. അപ്പോൾ അദ്ദേഹം അതിന് ജാമ്യം കൊടുത്തില്ല. കാരണം സുഖമില്ല എന്ന് പറഞ്ഞ് ആശുപത്രി കിടക്കുന്നല്ല, തെറ്റ് ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ കാര്യം അല്ല PC ജോർജിൻ്റെ കാര്യം ഉദ്ദേശമാണ് അന്ന് പറഞ്ഞത്. PC ജോർജിന് ജാമ്യം കൊടുക്കാൻ സഹായിച്ചത് അദ്ദേഹത്തെ തെറ്റ് മനസ്സിലായി, അതാണ് ജാമ്യം കൊടുത്തില്ല. ഒരു അടവാണിപ്പോൾ. എന്തെങ്കിലും വന്ന ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഒരു രേഖ ഉണ്ടാക്കാണ്. അതായത് ആടി പൊക്കമുള്ള കുഞ്ഞിവി, അഞ്ചടി പൊക്കമുള്ള കുളിമുള്ളി തൂങ്ങി മരിച്ച പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ. 80 കിലോയുള്ള തമിഴ് ഡ്രൈവർ അയാളുടെ ഷഡ്ഡിയുടെ ലാസ്റ്റ് തൂങ്ങി ചത്താണ്. അതൊക്കെ എല്ലാവരും അല്ല കേട്ടോ, അതൊക്കെ വളരെ കുറച്ച് പേരുള്ളൂ. ഞാൻ പറയാൻ കാരണം ഇന്ന് ട്രാഫിക് പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ ഞാൻ വിളിച്ചു ഇന്ന് കഴിഞ്ഞ ഒരു 5 മണിക്ക്. അത് വേറൊന്നുമല്ല, വിളിച്ച് പറഞ്ഞ് പോയിന്താണ് ഈ മേനക ഭാഗത്ത് വരുന്ന വാഹനങ്ങളിൽ നോർത്ത് പാലം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്നു. അപ്പോഴാണ് ആ ലെഫ്റ്റ് സൈഡിലെ SR റോട്ടിൽ നിന്ന് വാഹനം വരുന്നത്. അപ്പോൾ SR ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ റോഡ് ബ്ലോക്കാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പീക്ക് അവറിൽ നോർത്ത് പാലം എപ്പോഴും ബ്ലോക്കാണ്.
അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ ആ SR റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു 150-200 മീറ്റർ അപ്പുറത്ത് ശാസ്ത്ര ടെമ്പിൾ റോഡ് പോയി വിട്ട് കഴിഞ്ഞാൽ അത് നല്ല വീതിയുള്ള റോഡാണ്. വിട്ട് കഴിഞ്ഞാൽ നേരെ വരുന്നത് മണപ്പാട്ടി പറമ്പുള്ള സിഗിലേക്കാണ്, സിഗിലേക്കാണ്. ഇപ്പോൾ പോത്തീസിൻ്റെ അടുത്തുകൂടെ സിഗില. അവിടെ വന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. മൂന്ന് സ്ഥലത്തേക്കും പോവാം. സിഗിലിനുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ ആ ട്രാഫിക് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം എത്ര പെട്ടെന്ന് കാര്യം മനസ്സിലായി അവർക്ക്. അപ്പോൾ ഓക്കെയാണ് സാറേ, നമുക്കത് ആലോചിക്കാം, അത് ചെയ്യാം, അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ പറയാമെന്ന് പറയും. കമ്മിറ്റിയുടെ 1 വീക്ക് ആക്കുമ്പോൾ ട്രാഫിക് അഡ്വൈസ് കമ്മിറ്റി കൂടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം അങ്ങനെ വന്നാൽ ഇപ്പോൾ എടപ്പള്ളിയിലേക്ക് ആ സിസ്റ്റം പറഞ്ഞില്ല, ഞങ്ങളാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടാക്കിയാൽ പറഞ്ഞല്ലോ, എന്തൊരു ആശ്വാസം ഇപ്പോൾ ഇത്. അതുപോലെ ഇപ്പോൾ തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേലയിൽ പോകുന്ന വഴി അവിടെ 1 വേ ആക്കി. അത് തിരക്ക് കുറഞ്ഞ്. അത് ഈ ഒരു 1 വേ ആക്കി കഴിഞ്ഞാൽ SR റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ലിസി ജംഗ്ഷനിൽ കയറില്ല. അതിന് 200 മീറ്റർ അപ്പുറത്ത് ശാസ്ത്ര ടെമ്പിളിലൂടെ തിരിഞ്ഞിട്ട് നേരെ മണപ്പാട്ടി പറമ്പ് സിഗിലേക്ക് വരാണ്. എന്നിട്ട് അവിടെ 3 സ്ഥലത്തേക്കും പോകാം, കുഴപ്പമില്ല. ലിസി നോർത്ത് തിരക്കേ തീരും. ആ ഉദ്യോഗസ്ഥനല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ ചില പോലീസുകാർ കുറ്റം ചെയ്തെങ്കിലും മറ്റ് മുഴുവൻ പോലീസുകാരിൽ 90% പോലീസുകാരും വളരെ മാന്യമായിട്ടാണ്. അപ്പോൾ അവരെന്താ ചെയ്തു, അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അദ്ദേഹം അടുത്ത കമ്മിറ്റിയിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാമല്ലോ, പോലീസ് കുറ്റപ്പെടുത്തല്ല. അപ്പോൾ ഉടനെ സർട്ടിഫിക്കറ്റ് ആക്കും, സുഖമില്ല, അത് വാങ്ങിക്കാൻ തയ്യാറായിട്ടും അത് ജാമ്യം കൂടെ അങ്ങനെ നല്ല ശരിയായിട്ട്. അപ്പോൾ ഇപ്പോൾ അതുപോലെ മലപ്പുറത്തെ ഇലക്ഷനിൽ ജോയിയെ ഞാൻ പറഞ്ഞ ലീഗിൻ്റെ പോലെ, ലീഗിനെ സംബന്ധിച്ച് മലപ്പുറത്ത് നിന്ന് വേറൊരു മുസ്ലിം വരരുത്, ലീഗിൻ്റെ മാത്രമേ വരാവുള്ളൂ. അങ്ങനെ കാണിക്കുന്ന ഒരു ദുഷ്ടബുദ്ധി, അതിലൊക്കെ നല്ല ബുദ്ധിയുണ്ട്. എറണാകുളത്തൊരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ അവർക്ക് ബുദ്ധി ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ മലപ്പുറത്തൊക്കെ കോൺഗ്രസ് ഇത് മുസ്ലിം വരരുത് എന്നുള്ള കാര്യത്തൊക്കെ അവർക്ക് വലിയ ദീർഘപേക്ഷ ബുദ്ധിയുണ്ട്. അതാണ് അൻവർ കളിച്ച കളി കോൺഗ്രസ് ക്ഷീണം ചെയ്യും, ഇപ്പം ലീഗ് കളിച്ച ക്ഷീണം ചെയ്യും. അതെന്തു പറ്റും, കോൺഗ്രസ് ക്ഷയിച്ചു പോവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് ലീഗർ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 60 സീറ്റുണ്ട്. അതിൽ നിങ്ങളാണ് മത്സരിച്ചത്, കോൺഗ്രസ്, വേറെ ആരും മത്സരിച്ചില്ല. UDF 15 സീറ്റോടെ ജയിച്ചുള്ളൂ. 15 ജയിച്ചില്ല, ആകെ 20 സീറ്റല്ലേ ഉള്ളൂ. അതെല്ലാം തോറ്റുപോയി. അങ്ങനെ മുസ്ലിം ലീഗിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജയിപ്പിക്കണ്ടേ കോൺഗ്രസ്, അല്ലെങ്കിൽ ഒരു കാല് വരുന്നാവൂലേ. അപ്പോൾ അത്ര ശക്തിയൊന്നും ലീഗിനില്ല. ലീഗ് ആകെ മുസ്ലിം വോട്ടർമാരിൽ 3-1 അല്ലെങ്കിൽ ഒരു 20%, 25, 30% പോലും ഇല്ല. അതിനനുസരിച്ച് മാത്രമേ ലീഗിന് കൊടുക്കാവൂ. മറ്റൊന്ന്, ലീഗ് മുസ്ലിമിൻ്റെ പേര് മാറ്റാൻ പറഞ്ഞ് നിങ്ങൾ പേര് മാറ്റിക്കണം. നിങ്ങൾ ദുഷ്ടത്തരം വെച്ച് സതീശനൊക്കെ ബുദ്ധിയുണ്ട്. സതീശനും ജയശങ്കർ വക്കീലൊന്നും പറയില്ല, എന്നറിയോ, പറഞ്ഞാൽ അതെങ്ങനെയൊക്കെ മുസ്ലിം പേര് തന്നെ ഇരുന്നിട്ട് അവർ നശിച്ചു പോട്ടെ എന്നുള്ള ഇതിലാണ്. മുസ്ലിം പേര് മാറ്റി ദേശീയ കാഴ്ചപ്പാട്ടൊക്കെ അവർ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ അവർക്ക് മുഖ്യ സ്ഥാനം പ്രതീക്ഷിക്കാം. അത് പറഞ്ഞു കൊടുക്കില്ല. അത് പറഞ്ഞു കൊടുക്കാൻ സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത്, ഒരു കാരണവശാലും മുസ്ലിം എന്ന വാക്ക് മാറ്റാതെ നിങ്ങൾ മുന്നിൽ നിർത്തരുത്. അല്ലെങ്കിൽ ഗുഡ് ബൈ പറയണം. 10 വോട്ട് ഒഴുകും. അങ്ങനെ 100 വോട്ട് പോകുമ്പോൾ 1/3 ഭാഗം മുസ്ലിങ്ങൾ പോയിന്നേരിക്കുക. പോയാൽ നിങ്ങൾ 2 ഭാഗം മുസ്ലിം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, കോൺഗ്രസ് കൂടെ ഉണ്ടെന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ലീഗിൻ്റെ ബെറ്റിലും കേൾക്കണ്ട, ലീഗിൻ്റെ ബെറ്റ് കേൾക്കണ്ട. പക്ഷെ അവർ മാന്യമായ പാർട്ടിയാണ്, ന്യൂനപക്ഷ പാർട്ടിയാണ്, മറ്റു കുഴപ്പമൊന്നുമില്ല. ധിക്കാരം അഹങ്കാരം ഉള്ളവരൊന്നല്ല. ഈ ഒരു കുറച്ച് ബിരിയാണി തിന്നും പിന്നെ ഈ മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കുന്നതിന് വേറെ കുഴപ്പമില്ല. അത് മാറ്റി അവർക്ക് ചെയ്യാം. അത് തന്നെയല്ല, ഈ മലപ്പുറത്ത് അല്ലെങ്കിൽ നിലമ്പൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലത്തെ ഗുരുവായൂരൊക്കെയുള്ള സീറ്റ് നിങ്ങൾ പറക്കി കൊടുത്താൽ ബാക്കി 50% പേര് വരുന്ന 50 സീറ്റുകൾ ഇവിടെ കൊടുക്കും. 50 സീറ്റ് കൊടുത്ത് നിങ്ങൾ ജയിപ്പിച്ചെടുക്കണം ഭരിക്കണമെങ്കിൽ. അല്ല, നിങ്ങൾ പഴയ അഭ്യാസം കാണിക്കുകയാണെങ്കിലോ വീണ്ടും LDF അധികാരത്തിൽ വരും. പിണറായി സർക്കാർ വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ തീൽ തീർന്നു, നിങ്ങളുടെ അഹങ്കാരം തീരുമ്പോൾ. അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ സത്യമായിട്ട് ഇന്നലെ എത്രയൊക്കെ വോട്ട് UDF 70 നിന്ന് കിട്ടും, 4 നിന്ന് കിട്ടും, ക്രിസ്ത്യാനി കിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അതൊക്കെ ഇന്നലെ 10 സമ്മേളനത്തിൽ പറഞ്ഞു, ഇന്നലെ ഇവിടെയും പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കേട്ടുകാണോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവ്വം കളിച്ച് ആവശ്യത്തിൽ കവിഞ്ഞുള്ള മുസ്ലിം ലീഗിനോടൊരു താല്പര്യം നിങ്ങൾ കുറച്ച് പോയാൽ വെള്ളാപ്പള്ളി എതിരാവില്ല, ആരും എതിരാവില്ല. ഇത് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കീഴിലത് ധാരണ. മുസ്ലിം അണ്ടർ UDF നിയന്ത്രിക്കുന്ന ലീഗാണെന്നാണ് പുറത്തുള്ള ധാരണയും വിശ്വാസം. അതാണ് അതിൽ പഴുതവരെടുക്കുന്നുണ്ട്. അതൊക്കെ കാരണം ആ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടാ. നിങ്ങൾ ദേശീയ കാഴ്ചപ്പാട്ടിൽ കോൺഗ്രസ് പോലെ നിങ്ങൾക്കും ആകാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആകല്ലോ.
ഇവിടെ മുസ്ലിം ലീഗുകാരെ മണ്ടന്മാരെ പറയുന്ന കേൾക്ക്. നിങ്ങൾ കോൺഗ്രസ് പോലും ദേശീയ പേരിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ കപ്പാസിറ്റി നിങ്ങൾക്ക് കേരളത്തിൽ നമ്പർ 1 പാർട്ടിയാകും UDF. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം കൂടെ നിങ്ങൾ ഓട്ടോമാറ്റിക് മുഖ്യ സ്ഥാനം വരും. ഈ മുസ്ലിം വെച്ചൊരു കളിക്കരുത്. അപ്പം നിങ്ങൾക്ക് വൈസ് ചെയർമാൻ, വൈസ് മുഖ്യമന്ത്രിക്ക് ഉപമുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് മുഴുവൻ സ്ഥാനത്ത് വേണ്ടേ? കേരളത്തിൽ മുസ്ലിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതിൽ പറഞ്ഞതില്ലേ എത്ര ശക്തി ഉണ്ടോ? 40% ഉണ്ടത്. അവർ നേരെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിനെ പ്രതീക്ഷിക്കാം. അതിന് കഴിവില്ലാതെ പോലും നിങ്ങൾ ലീഗുകാർക്ക്, ലീഗ് നേതാക്കൾക്ക് അടുകൊണ്ടൊക്കെ ഒന്ന് ചീത്ത പറഞ്ഞിട്ടില്ലേ, കോലം കത്തി കണ്ടില്ലേ? അതിന് പകരം തൊടുപുഴയിലെ കണ്ട് സംഭവം ഈ മുസ്ലിം തീവ്രവാദികളെ എന്നറിയില്ല, ഏത് പാർട്ടിയില്ല, വെള്ളാപ്പിൾ കോലം കത്തി, അതൊക്കെ തെമ്മാടിത്തരാണ്. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇന്നാളെ എന്തോ നാർക്കോട്ടിക് ജിഹാദിൻ്റെ പേരിൽ ചില മുസ്ലിം തീവ്രവാദികൾ ഞങ്ങൾ അവരൊക്കെ കൊള്ളരാത്തത് അവർ ബിഷപ്പ് ഹൗസിലേക്ക് ജാഥ അയച്ചു. വൈ എന്തിന്? ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, ഓക്കെ നിങ്ങളൊരു പ്രതികരിക്കാം പത്രസമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ അല്ല അങ്ങോട്ട് ജാഥയ്ക്ക് കഴിവോടെ മക്കളെ നിങ്ങൾക്ക് ആര് ചെന്ന് മുട്ടുകല്ലിൽ പിടിക്കും. മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികൾ പറയാണ് മുട്ടുകാലിൽ തല്ലി പിടിക്കും. അതിലുള്ള നമ്മുടെ സന്നാഹമുണ്ട്. അതുപോലെ ഇന്ന് വെള്ളാപ്പിള്ളി കോലം കത്തിയാൽ നിങ്ങൾക്ക് എന്താ ഇവിടെ? തങ്ങളുടെ കോലം ചിലപ്പോൾ കത്തിയായിരിക്കും, തങ്ങളുടെ കോലം കത്തി അതാ ഒരു ഊരക്കേട്. അങ്ങനെയുള്ള മണ്ടന്മാരായ മുസ്ലിം സമുദായം വളർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ വളർത്ത മുസ്ലിങ്ങൾ ബുദ്ധിപൂർവവും പിന്നെന്താണ് ധീരന്മാരുമായിരിക്കണം. അല്ലാതെ മണ്ണോമ്പികളാകരുത്. കോലം കത്തിക്കുക, സമയം ചെയ്യുക. ഇപ്പം ഇന്നലെ തന്നെ വക്കബോർഡ് പ്രശ്നത്തിൽ എയർപോർട്ടിലേക്ക് വളഞ്ഞു, പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾക്ക് പാർട്ടി വളർത്ത ഇതൊക്കെ ഉപയോഗിച്ച് സമുദായം ചീത്തയാക്കലെന്നേ. വിമാനത്താവളം എന്നൊക്കെ എമർജൻസി ആയിട്ടുള്ളല്ലേ, അത് പോലീസ് നിയമം ഉണ്ടാക്കിയേക്കില്ലേ? അത് നിങ്ങൾ അവിടെ എയർപോർട്ട് വളയേണ്ട കാര്യം, എയർപോർട്ട് അറസ്റ്റ് ചെയ്യേണ്ട, അതൊക്കെ എപ്പോഴും സ്വതന്ത്രമായ ഫ്രീ സോണാണ്. അതൊക്കെ തെമാത്ത് കാണിക്കണ്ടേ? അത് മുജാഹിദാണ് ജമാഅത്താണെങ്കിലും മറ്റ് ഏത് കാണത്തരെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇന്ത്യ രാജ്യത്ത് കഴിയണം. ജനാധിപത്യ രീതിയിൽ നിങ്ങൾ സമരം ചെയ്ത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എയർപോർട്ട് വളയുക, അത് സന്നാ കാണിക്കുക, നിങ്ങളുടെ അഹങ്കാരവും പണത്തിനും ഊക്കൊന്നും കാണിക്കരുത്. തീവ്രവാദികളും മുസ്ലിം സഹാക്കളും പറയാണ്, നിങ്ങൾ മനുഷ്യത്വം വിടാതെ മര്യാദക്ക് പ്രവാചകനും അള്ളാഹുവും പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുക. സമരം ചെയ്തോ ചെയ്യാൻ പാടുള്ളതൊന്നുമില്ല. പക്ഷെ പിണറായി സഖാവ് എന്നിട്ട് ആ സമയത്തെ പോലും നിരോധിച്ച് വെട്ടാണ് കാണിക്കുന്നത്. അത് അവരുടെ ഇതാണ്. അതിൻ്റെ പോലെ ആവശ്യമുണ്ടോ? അല്ലാതെ എന്തെല്ലാം മാർഗമുണ്ട്? എയർപോർട്ട് അപ്പോൾ ചെറിയ പണിക്ക് വലിയ മുതലാഭം എടുക്കണം. SDP വളർത്തും, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി വളർത്തും, അല്ലെങ്കിൽ SIU വളർത്തും. SIUൻ്റെ കാര്യമൊന്നും പറയണ്ട. ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതിന് മുമ്പ് സംഘടന നമ്മുടെ ജലീലിൻ്റെ സിമിൻ്റെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ സിമി പറഞ്ഞ മുദ്രാവാക്യം എത്ര അപകടമെന്നറിയോ? കാരണം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ് ആ മരമണ്ടന്മാർ പറഞ്ഞ മുദ്രാവാക്യം. അപ്പോൾ സംഘപരിവാരം തരുതി ഇസ്ലാമിൻ്റെ അന്ത്യവും ഇന്ത്യയിൽ തന്നെ വലിയ കാര്യമുണ്ടോ? അത് മാനവിക മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതാണ് ബുദ്ധിമോശം കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബുദ്ധിമോശം കാണിക്കാത്ത മാതൃകാ പുരുഷന്മാരെ ജീവിക്കുന്ന മുസ്ലിം സമുദായം വേണം. തന്നെയുമില്ല, കോൺഗ്രസ് കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണം. മുസ്ലിങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോഴും നിങ്ങൾ ഇടപെടണം, ക്രിസ്ത്യാനിക്ക് ആപത്ത് ഇടപെടണം, എല്ലാവർക്കും ഇടപെടണം. ആ ഹിന്ദുത്വങ്ങളെ മാറ്റിവെച്ചിട്ട് ആത്മാർത്ഥമായിട്ടും ധൈര്യമായിട്ടും BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടികളെയും എല്ലാ സംഘടനയും ചേർത്തിട്ട് അതിവിശാലവും വിപുലവുമായ ഒരു മുന്നണി ഉണ്ടാക്കി BJP താഴെ ഇറക്കാൻ നല്ല അവസരമാണ്, യാതൊരു സംശയമില്ല. അതിൽ താമസം ഇറങ്ങുകയും ചെയ്യാം. ഇതെല്ലാം കേരളത്തിൽ എടുത്താൽ ഈ 40% വരുന്ന മുസ്ലിങ്ങൾ 95% നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. 20% വരുന്ന മുസ്ലിങ്ങൾ 99% നിങ്ങൾക്ക് വോട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ എന്തിനാ വറിയടാകുന്നത്? അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥ ഉണ്ടായിരിക്കണം, വളഞ്ഞ വഴിയെടുക്കരുത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. അസീസ് വാച്ചി.